കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി നമ്മുടെ പ്രിയപ്പെട്ട വി ശിവൻകുട്ടിയാണ് നമ്മോടൊപ്പം ഉള്ളത്. കഴിഞ്ഞ 5 വർഷമായി നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും മാതൃകയായ ഒട്ടേറെ നടപടികൾ പൊതുവിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും സ്വീകരിച്ച നമ്മുടെ കുട്ടികളുടെ പ്രിയപ്പെട്ട അങ്കിൾ ശിവൻകുട്ടി അപ്പൂപ്പൻ എന്ന കുട്ടികളെ വളരെ സ്നേഹത്തോട് വിളിക്കുന്ന മന്ത്രി. ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു മന്ത്രിയെ കുട്ടികൾ ഇത്രയേറെ സ്നേഹിക്കുന്നത്. കുട്ടികളുമായി സംസാരിക്കുകയും അവരെ തൻ്റെ ഔദ്യോഗിക വസതിയിലടക്കം സ്വീകരിക്കുകയും അവരോട് ഏറെ നേരം ചെലവഴിക്കുകയും അവരുടെ സോഷ്യൽ മീഡിയയിലടക്കമുള്ള അവരുടെ സൃഷ്ടികൾ പങ്കുവെക്കുകയും അവരുടെ കഥകളും കവിതകളും പ്രസിദ്ധീകരിക്കുകയും ചെയ്ത് കുട്ടികളെന്നും ചേർത്ത് നിർത്തുന്ന ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് നമുക്കുള്ളത്. ഒരു തൊഴിലാളി പ്രവർത്തകനായി രംഗത്ത് വന്ന് തൊഴിലാളി നേതാവായി വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന വി ശിവൻകുട്ടി തൊഴിലാളികൾക്ക് ഒപ്പം നടക്കുന്നൊരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തൊഴിലാളികളുടെ പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ എല്ലാം തിരിച്ചറിയുന്ന ഒരു മന്ത്രി കൂടിയാണ്. അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. നമസ്കാരം മിനിസ്റ്റർ. നമസ്കാരം. കഴിഞ്ഞ 5 വർഷമായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അതിൻ്റെ പാഠ്യപദ്ധതിയും പാഠപുസ്തകവും അതുപോലെ തന്നെ അക്കാദമിക് ഇതര പ്രവർത്തനങ്ങളും, അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ സവിശേഷതകളൊന്ന് കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, ഹൈടെക് സൗകര്യങ്ങൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഒരുപാട് നമുക്ക് ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിനെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നൊക്കെ നോക്കിക്കാണുന്നത്? 5 വർഷം എന്നുള്ള നിലയിലല്ല, 2016 ഒന്നാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് മുതൽ ഇനിയിപ്പോൾ 10 വർഷം ആവുന്നതിന് വേണ്ടി ഏതാണ്ട് 2 മാസക്കാലം അവശേഷിക്കുന്ന 10 വർഷം എന്ന് പറയാൻ നോക്ക്. ഈ 10 വർഷക്കാലം രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന നിലയിലുള്ള പ്രവർത്തനമാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ളത്. കാരണം ഇതൊരു നവകേരളത്തിൻ്റെ കാഴ്ചപ്പാടോടു കൂടിയാണ് വിദ്യാഭ്യാസ രംഗത്തെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകൾ ഏതാണ്ട് എയ്ഡഡ് സ്കൂളുകളിലും ഗവൺമെൻറ് സ്കൂളുകളിലുമായി 47 ലക്ഷത്തിന് താഴെയുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇതുകൂടാതെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ വേറെയും. ഈ വിദ്യാർത്ഥികളാണ് നമ്മുടെ ഭാവി കേരളം. ഒരു നവകേരളം എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥികളിൽ ഊന്നി നിൽക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെൻറ് ഈ രംഗത്താണ് നല്ല ശ്രദ്ധ കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ 2016 ഒന്നാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന അവസരത്തിൽ കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ രംഗത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വല്ലാത്ത സ്ഥിതിയായിരുന്നു. വിദ്യാലയങ്ങൾ പൂട്ടുന്ന വക്കിൽ പല വിദ്യാലയങ്ങൾ. എയ്ഡഡ് മാനേജ്മെൻ്റ് ആണെങ്കിൽ നല്ല കണ്ണായ സ്ഥലത്തുള്ള ഭൂമികൾ അന്തിച്ചന്തയിൽ സാധനങ്ങൾ ലേലം വിളിക്കുന്ന പോലെ ലേലം വിളിച്ച് കൊടുക്കുന്ന സ്ഥിതിവിശേഷം. അൺഎയ്ഡഡ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആരും നിയന്ത്രിക്കാനില്ല, എന്തുമാവാം എന്നുള്ള സ്ഥിതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും കുട്ടികൾക്ക് പഠിക്കാൻ പോകാൻ നിവൃത്തിയില്ല. അങ്ങനത്തെ അവസ്ഥയിൽ വന്നപ്പോൾ ആണ് ഒന്നാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരികയും അവർ അന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു ഇനി ഒരു വിദ്യാലയ സ്ഥാപനങ്ങളും അൺഎയ്ഡഡ് ആണെങ്കിലും അതുപോലെ തന്നെ എയ്ഡഡ് മാനേജ്മെൻ്റ് ആണെങ്കിലും, മുഖ്യമായിട്ട് എയ്ഡഡ് മാനേജ്മെൻറ്റും ഗവൺമെൻറ് മാനേജ്മെൻറ്റും പൂട്ടുന്ന പ്രശ്നമേ ഇല്ല, ലേലം വിളിച്ച് കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തെ നല്ലവണ്ണം കൈക്കലാക്കാൻ വേണ്ടി ശ്രമിച്ചത്. കോഴിക്കോട് ഒരു എയ്ഡഡ് മാനേജ്മെൻറ്റ് മാലാപ്പറമ്പ്, ആ സ്കൂളിൻ്റെ കേരളത്തിലാകെ വലിയ പേരുണ്ടാക്കിയ സംഭവമാണ് മാലാപ്പറമ്പ് സ്കൂള് തിരിച്ചു പിടിച്ചത്. അതിനുശേഷം കെഫി പദ്ധതി വന്നതല്ലോ. ആ കെഫി പദ്ധതി യഥാർത്ഥത്തിൽ പൊതുവിദ്യാഭ്യാസത്തെ രക്ഷിച്ചത് ആ പദ്ധതിയാണ്. ഇന്നിപ്പം പ്രതിപക്ഷമൊക്കെ പറയുന്നുണ്ടല്ലോ, കെഫിക്കെതിരായിട്ടെല്ലാം വർത്തമാനം പറയുന്നല്ലോ. ആ വർത്തമാനം പറയുന്ന പ്രതിപക്ഷ MLA-മാരുടെ മണ്ഡലങ്ങളിലടക്കം ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് നടന്നിട്ടുള്ളത് കിഫി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. അങ്ങനെ വന്ന കിഫി ഫണ്ട് ഏതാണ്ട് 10,000 കോടി രൂപ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി നിക്ഷേപിക്കപ്പെട്ടു. അപ്പോൾ ഇന്നിപ്പോൾ കാണുന്ന വിദ്യാലയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ്. ചിലത് നാഷണൽ സ്റ്റാൻഡേർഡ് എന്ന് പറയാം. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ പുതിയ സ്കൂളുകളിൽ ലിഫ്റ്റുണ്ട്, എയർ കണ്ടീഷൻസ് റൂമുണ്ട്, അതുപോലെ തന്നെ പല ക്ലാസ്സുകളും സാങ്കേതിക വിദ്യ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിട്ടുള്ള ക്ലാസ് റൂംസാണ് പല ക്ലാസ് റൂംസും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സ്കൂളുകളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി കഴിഞ്ഞു.
പിന്നെ അതുകൂടാതെ ഈ പ്രീ പ്രൈമറി ആണല്ലോ കുട്ടികളെ നമ്മളെ 1ാം ക്ലാസ്സിലെത്തേക്കും 2ാം ക്ലാസ്സിലെത്തേക്കും കൊണ്ടുവരുന്നത്. പ്രീ പ്രൈമറിയിൽ വർണ്ണക്കൂടാരം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടെ സഹായത്തോടു കൂടി ചെയ്യുന്ന പ്രോജക്റ്റാണ്. അത് 500-ലധികം വരുന്ന സ്കൂളുകളിൽ അത് മുൻപൊക്കെ രക്ഷകർത്താക്കളെയൊക്കെ തന്നെ നന്നായി ആകർഷിച്ചുകൊണ്ടിരുന്ന ചില അൺഎയ്ഡഡ് മാനേജ്മെൻറ്റിൽ ഉണ്ടായിരുന്ന സംവിധാനങ്ങളൊക്കെ അതിനെ കവച്ചു വയ്ക്കുന്ന രൂപത്തിലുള്ള സംവിധാനമായി മാറി. അവിടെയെല്ലാം കുട്ടികളെ അഡ്മിഷന് ക്യൂ ആയി. മറ്റ് പല ഗവൺമെൻറ് സ്കൂളുകളിലും അഡ്മിഷന് ശുപാർശയ്ക്ക് ആളുടെ വരുന്ന സാഹചര്യം വന്നു. അടിസ്ഥാന സൗകര്യ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമാണ് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞത്. അത് കേരളത്തിൻ്റെ മനസ്സിൽ നിന്ന് മായുന്ന കാര്യമല്ല. നമ്മളെല്ലാവരും ജീവിക്കുന്നതും കഷ്ടപ്പെടുന്നതും അധ്വാനിക്കുന്നതും ഒക്കെ ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ കുടുംബത്തിന് വേണ്ടി, മുഖ്യമായിട്ട് മക്കൾക്ക് വേണ്ടിയാണ്. അവരുടെ വിദ്യാഭ്യാസം, അവർക്ക് നല്ലൊരു ജോലി, അവർക്ക് ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വിദ്യാഭ്യാസം കൊടുത്ത് നല്ലൊരു ജോലിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്ന നിക്ഷേപമാണ് ഈ ഇടതുപക്ഷ ഗവൺമെൻറ്, പിണറായി വിജയൻ്റെ 1ഉം 2ഉം ഗവൺമെൻറ് നടത്തിയിരിക്കുന്നത്. കുട്ടികളോട് സ്നേഹവും കുട്ടികളോട് ആത്മഹത്യയുള്ള ഒരു രക്ഷകർത്താവ് പിണറായി വിജയൻ വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയ 10 വർഷക്കാലം കൊണ്ട് നടത്തിയ ഈ കാര്യങ്ങൾ ഒരിക്കലും മറക്കുന്നതിന് വേണ്ടി പോലും പറ്റില്ല. രാഷ്ട്രീയ നിലപാടാണെങ്കിൽ പോലും അത് മറക്കുന്നതിന് വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്. സ്മാർട്ട് ക്ലാസ് റൂംസ് 45,000 സ്മാർട്ട് ക്ലാസ് റൂംസാണ് ഇന്ത്യയിൽ വേറെ ഏത് സംസ്ഥാനത്തുണ്ട്. പേമാരി വന്ന അവസരത്തിലും അതുപോലെ കോവിഡ് വന്ന സമയത്ത് ലോക രാജ്യങ്ങളിലെ ഏറ്റവും വലിയ രാജ്യങ്ങൾ പോലും അടച്ചു നിന്ന അവസരത്തിൽ അവർ കുട്ടികളുടെ വിദ്യാഭ്യാസം അനന്തമായി അടച്ചിട്ട അവസരത്തിൽ പോലും കേരളത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസം കൊടുത്ത് കുട്ടികളുടെ കുട്ടികളുടെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കി എടുത്ത് കുട്ടികളെ പഠിപ്പിച്ച് പരീക്ഷ എഴുതിപ്പിച്ചു. അതെ, കോവിഡിൻ്റെ സമയത്താണ് കുട്ടികളെ SSLC പരീക്ഷ എഴുതിപ്പിക്കുന്നത്. അതായത് പഠനം നിന്നിട്ടില്ല. പഠനം കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ നിന്നിട്ടില്ല. SSLC പരീക്ഷ എഴുതാൻ വേണ്ടി പോയപ്പോൾ ചില ദുഷ്ടശക്തികളും ചില എല്ലാ കാര്യങ്ങളെയും വിമർശനത്തോടു കൂടി മാത്രം കാണുന്ന ആൾക്കാർ പറഞ്ഞു, അയ്യോ ഇത് കുട്ടികളെ മുഴുവൻ കൊല്ലിക്കാൻ വേണ്ടി പോവുകയാണ്, ഇതിൻ്റെ പേരിൽ ഒരാൾക്ക് പോലും കോവിഡ് പകർന്നിട്ടില്ല എന്നുള്ളതാണ്. അത്ര തയ്യാറെടുപ്പാണ് നടത്തിയത്. അങ്ങനെ ഒരു തയ്യാറെടുപ്പ് നടത്തിയ ഗവൺമെൻറ്റിനെ എങ്ങനെ മറക്കാൻ വേണ്ടി പറ്റും ജനങ്ങൾക്ക്? അപ്പോൾ നമ്മൾ കോവിഡ് സമയത്ത് നടത്തിയ ഓൺലൈൻ വിദ്യാഭ്യാസം അതൊരു ചലഞ്ചായിരുന്നു കേരളത്തിൽ. ഇന്ത്യയിൽ എല്ലാവർക്കും ഒരു ചലഞ്ചായിരുന്നു. കാരണം എല്ലാ കുട്ടികൾക്കും മൊബൈൽ ഫോണ് അല്ലെങ്കിൽ ടാബ് ഒക്കെ വാങ്ങിക്കൊടുക്കുന്ന കാര്യം അത് ഗവൺമെൻറ് മാത്രമല്ല, ഗവൺമെൻറ് ഇങ്ങനെ ഒരു മുൻകൈ എടുത്ത അവസരത്തിൽ നാട്ടിലുള്ള സന്മനസ്സുള്ള മുഴുവൻ ആൾക്കാർ രംഗത്തിറങ്ങി നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി. എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി ഈ ഓൺലൈനിലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇത് വേണമല്ലോ, നമ്മുടെ കണക്ടിവിറ്റി വേണമല്ലോ. കണക്ടിവിറ്റി ഇപ്പം പല റേഞ്ച് ഏരിയയിൽ കിട്ടൂലല്ലോ. അപ്പോൾ ഈ അത്തരം കണക്ടിവിറ്റി സൗകര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി കഴിയുന്ന സ്ഥാപനങ്ങളുടെ യോഗം വിളിച്ചു ചേർത്തു. യുദ്ധകാലാടിസ്ഥാനത്തിൽ അവിടെയെല്ലാം അത് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ചെയ്തു. അങ്ങനെയൊക്കെ വലിയ പരിശ്രമം നടത്തിയിട്ടാണ് നമുക്ക് ആ സമയത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസം നിലനിർത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇത് പറയുമ്പോഴേ ഇപ്പം നമ്മുടെ ഈ കഴിഞ്ഞ 5-10 വർഷത്തിന് ശേഷമാണ് നമ്മുടെ പാഠ്യപദ്ധതി പരിഷ്കരിച്ചത്. പാഠ്യപദ്ധതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മുടെ ഏറ്റവും ശാസ്ത്രീയമായ കാഴ്ചപ്പാടും ചരിത്രപരമായ എല്ലാ കാഴ്ചപ്പാടും ഉൾപ്പെടുത്തിയ പാഠ്യപദ്ധതിയാണ്. പക്ഷേ ഒന്ന് ജെൻഡർ ഇക്വാളിറ്റി, ജെൻഡർ ജസ്റ്റിസ്, അതായത് ലിംഗസമത്വവും ലിംഗനീതിയും ഉൾപ്പെടുത്തിയിട്ടുള്ള പാഠപുസ്തകം. അതാണ് നമ്മൾ അടുക്കള ഒക്കെ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഈ പാഠ്യപദ്ധതിക്ക് അനുസരിച്ച രീതിയിൽ പാഠപുസ്തകം നമ്മൾ തയ്യാറാക്കി. മികവിൻ്റെ പദ്ധതി നമ്മൾ ആരംഭിച്ചു. പിന്നെ ലോകത്തെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഏറ്റവും പുതിയ ശാസ്ത്ര സാങ്കേതിക വളർച്ച എന്ന് നമ്മൾ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക് സാങ്കേതിക വിദ്യയും നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിക്കുകയാണ്. ഇതേക്കുറിച്ച് മിനിസ്റ്റർക്ക് എന്താണ് പറയാനുള്ളത്? ഇത് മറ്റൊരു ഞാൻ 2-3 ദേശീയ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്.
അവിടെയെല്ലാം ഇപ്പോഴും UP-യിൽ, ബീഹാറിൽ, ഗുജറാത്ത് ഒക്കെ എല്ലാം പേരുകെട്ട ഉള്ള കോടാനുകോടി രൂപ കേന്ദ്രത്തിൻ്റെ പൈസ വാങ്ങിക്കൊണ്ട് പോകുന്നവരാണല്ലോ. നമുക്കിപ്പോഴും കഴിഞ്ഞ 2 വർഷക്കാലമായി കേന്ദ്ര ഗവൺമെൻറ് ഒരു പൈസ ഈ വിദ്യാഭ്യാസ രംഗത്തേക്ക് വേണ്ടി തരുന്നില്ല, ഒരു പൈസ തരുന്നില്ല. അപ്പോൾ അവിടെയെല്ലാം നമ്മളിങ്ങനെ കാറിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അവിടെ ചെന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന അവസരത്തിൽ ചെറിയ ഒരു കുടില് പോലെ ഒരു സ്ഥാപനം, ഒരു ഇത് കാണാം. അതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതൊരു സ്കൂളാണ്. നമ്മൾ പഴയ ഒരു നമുക്കുണ്ടായിരുന്നത് അവിടുത്തെ പണ്ട് അവിടെയെല്ലാം ഇപ്പം 3 നില കെട്ടിടവും പിന്നെ മറ്റ് സംവിധാനങ്ങളും ലിഫ്റ്റ് അടക്കമുള്ള സംവിധാനങ്ങളുമാണ്. ഇതാണ് അവിടെയൊക്കെ എത്തിയിരിക്കുന്നത്. അപ്പം അങ്ങനെ മറ്റൊരു സംസ്ഥാനങ്ങൾക്കും ആലോചിക്കാൻ ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും കഴിഞ്ഞിട്ടില്ല. നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ പിന്നെ സ്മാർട്ട് ക്ലാസ് റൂംസിൻ്റെ കാര്യവും 10,000-ഓളം വരുന്ന റോബോട്ടിക് കിറ്റുകൾ കുട്ടികൾക്ക് കൊടുത്തു, കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തു. പിന്നെ എന്ന് മാത്രമല്ല, റോബോട്ടിക് കിറ്റ്സിൻ്റെ തുടർച്ചയെന്നുള്ള നിലയിലോ അല്ലെങ്കിൽ അതും കൂടെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ശാസ്ത്രമേള നടക്കുന്നത്. വേറെ ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനം നടക്കുന്നില്ല. 4000-ലധികം വരുന്ന ശാസ്ത്രജ്ഞന്മാരാണ് ഈ വർഷത്തെ ശാസ്ത്രമേള നടന്ന ഒരു അപശബ്ദമില്ലാതെ തീർത്തത്. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മക്കൾ, അവരെല്ലാം കുട്ടി ശാസ്ത്രജ്ഞന്മാരാണ്. പാഠപുസ്തകം എന്ന് പറഞ്ഞാൽ ആരും ഇത് 10 വർഷത്തെ പഴഞ്ചൻ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കേരളത്തിലെ രക്ഷകർത്താക്കൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികൾ അങ്ങനെ പഴഞ്ചൻ പഠിച്ച് പോകേണ്ടവരാണോ? കാരണം ആരും ഇതിൽ കൈവയ്ക്കില്ല. കാരണം കൈവച്ചാൽ പിന്നെ കത്തുമെന്നുള്ളതാണ്. പാഠപുസ്തകം ഇറങ്ങിയാൽ അക്ഷരത്തെറ്റുണ്ടാവും, കോമ ഇല്ലായിരിക്കും, കുത്തില്ലായിരിക്കും, പിന്നെ ആശയത്തിന് വ്യത്യാസം ഉണ്ടാവാം. ചിത്രം തന്നെ മാറിയിട്ടുള്ള ഇതുണ്ട്, ചിത്രം പോലും മാറിയിട്ടുള്ള. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഭയം എന്തിനിപ്പോൾ ഞാൻ എൻ്റെ ഒരു മോശപ്പെട്ട മന്ത്രിയാണ് ഞാൻ എന്നുള്ള പേര് കേൾക്കണമെന്ന് ഉദ്ദേശിച്ച് പലരും തൊടില്ല. നമ്മൾ വിദ്യാർത്ഥികളുടെ അഭിപ്രായം ചോദിച്ചു, അധ്യാപകരുടെ അഭിപ്രായം ചോദിച്ചു, രക്ഷകർത്താക്കളുടെ അഭിപ്രായം ചോദിച്ചു. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളും പിന്നെ ഇതിലെ PT-യുടെ ഭാരവാഹി ആയിരുന്നല്ലോ. അങ്ങനെയൊക്കെ അഭിപ്രായം ചോദിച്ച് പബ്ലിക് ഒപ്പീനിയന് വേണ്ടി ഇട്ടു. അതെല്ലാം എടുത്ത ശേഷമാണ് നമ്മൾ ഈ പുസ്തകം തയ്യാറാക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് 5 ലക്ഷം കുട്ടികളുടെ അഭിപ്രായം തേടിയ പാഠപുസ്തകം നടക്കുന്ന ആദ്യമായിട്ടമാണ്. എന്ന് മാത്രമല്ല, പറഞ്ഞ സമയത്ത് തന്നെ പുതിയ പാഠപുസ്തകം കൊടുത്തു എന്നുള്ളതാണ്. സാധാരണ ഇവിടെ UDF-ൻ്റെ കാലഘട്ടത്തിൽ ഈ ന്യായം പറയുന്ന ആൾക്കാരുണ്ടല്ലോ, പരീക്ഷ നടത്തിയിട്ടില്ല, റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടില്ല, SLC-യുടെ പരീക്ഷ നടത്തുന്നതിന് വേണ്ടിയുള്ള പാഠപുസ്തകം കൊടുത്തിട്ടില്ല, ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടാണ് കുട്ടികൾ പഠിച്ചിട്ടുള്ളത്. കഴിഞ്ഞ UDF-ൻ്റെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ മന്ത്രി അത് ആയിരുന്ന സമയത്ത് ഈ പാഠപുസ്തകം നമ്മൾ എല്ലാവർക്കും കൊടുത്തു. ഇപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഈ 13-ാം തീയതി കേരളത്തിലെ മുഴുവൻ കുട്ടികൾക്കും പാഠപുസ്തകം കൊടുക്കുകയാണ്. പാഠപുസ്തകം യൂണിഫോം സൗജന്യം കൊടുക്കുകയാണ്. അതായത് അവസാന പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ അടച്ച് തുറക്കുന്നതിന് വേണ്ടി 3 മാസം മുമ്പേ ഇത് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരിടത്തും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. NCERT എന്നും പാഠപുസ്തകമൊക്കെ പകുതിയായിട്ട് സ്കൂൾ തുറന്ന് പകുതിയായിട്ടേ കൊടുക്കാറുള്ളൂ. എന്ന് മാത്രമല്ല, 11-ാം ക്ലാസ്സിലെ പാഠപുസ്തകം 16 വർഷത്തിന് ശേഷം പരിഷ്കരിച്ചു കഴിഞ്ഞു. 1-ാം വർഷം 16 വർഷത്തിന് ശേഷം പരിഷ്കരിച്ചു. അത് പത്രക്കാരെ കാണിച്ചിരുന്നു. എന്നാൽ ഒന്നും കൂടെ ലാസ്റ്റ് വായന ആവശ്യമാണ്. അത് കഴിഞ്ഞാൽ അതും കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നിരവധി പരിഷ്കാരങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നതിന് വേണ്ടി കഴിഞ്ഞു. ഒന്ന്, സബ്ജക്റ്റ് മിനിമം നടപ്പിലാക്കി. കാരണം അത് കുട്ടികളുടെ ഭാവി ഓർത്താണ്, താൽക്കാലികമായിട്ടുണ്ടാവുന്ന ഒരു കാര്യത്തിന് വേണ്ടിയല്ല. കുട്ടികളുടെ ഭാവി ഓർത്താണ് നമ്മളത് പിന്നെ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായി. പിന്നെ സബ്ജക്റ്റ് മിനിമം നടപ്പിലാക്കി. അതുപോലെ തന്നെ ലിംഗസമത്വത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, പാഠപുസ്തകത്തിന് മാത്രമല്ല, നമ്മുടെ സ്കൂളുകളിൽ സമത്വത്തിന് വേണ്ടി ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പിന്നെ ബോയ്സ് മാത്രമുള്ള സ്ഥലത്ത് ഗേൾസിനെയും ഗേൾസ് മാത്രമുള്ള സ്ഥലത്ത് ബോയ്സിൻ്റെയും കുട്ടികളെ ചേർക്കുന്നതിന് വേണ്ടിയുള്ള അനുവാദം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് നമ്മൾ ഏതാണ്ട് ഒരു 100-ലധികം വരുന്ന സ്കൂളുകളിൽ നമ്മൾ പുതുതായിട്ട് പിന്നെ കൊടുത്തിട്ടുണ്ട്. പാഠ്യേതര വിഷയങ്ങൾ ഇത്രയധികം ശ്രദ്ധിക്കപ്പെടുന്ന എവിടെയുണ്ട്? ഏത് മത്സരം നടന്നു കഴിഞ്ഞാൽ അടിയിൽ അവസാനിക്കുന്ന കാര്യങ്ങളിലും ഉണ്ട്. കലോത്സവങ്ങളിൽ 14,000 കുട്ടികൾ പങ്കെടുത്ത കലോത്സവം, ഏതാണ്ട് 10-15,000-ഓളം കുട്ടികൾ പങ്കെടുത്ത പിന്നെ സ്കൂൾ ഒളിമ്പിക്സ്, ആദ്യമായി ഇൻക്ലൂസീവ് സ്പോർട്സ് നടത്തിയപ്പോൾ ഭിന്നശേഷിക്കാരെയും നമ്മുടെ അല്ലാത്ത കുട്ടികളെ ഒരുമിച്ച് നമ്മൾ നടത്തി. ഭിന്നശേഷിക്കാർക്കൊക്കെ എന്തൊരു സന്തോഷം. നമ്മളിപ്പോൾ കലോത്സവ സമയത്ത് അറബിക് ചിത്ര രചനാ മത്സരത്തിൽ ഉള്ള ഫാത്തിമ, ആ കുട്ടിക്ക് 63 കലോത്സവത്തിൽ നമ്മൾ എടുക്കാത്തൊരു തീരുമാനം എടുത്തിരുന്നല്ലോ. ആ കുട്ടിയുടെ രോഗത്തെ ബാധിച്ചുകൊണ്ടും ആ കുട്ടിയുടെ ഞാൻ മരിച്ചു പോകുമെന്നുള്ള അഭ്യർത്ഥന മാനിച്ചുകൊണ്ടും
അവിടെ ഇരുന്നുകൊണ്ട് ഓൺലൈനിൽ ഓൺലൈൻ ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള അവസരം കൊടുത്തിരുന്നു. അത് 61 വർഷക്കാലമായി നടക്കാത്ത കാര്യമാണ് ഈ 64 ഇതിൽ നടന്നിരുന്നത്. അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ കുട്ടികളുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുന്നു നമ്മൾ. വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളുടെ വശത്ത് നിന്ന് ചിന്തിക്കുന്നു. ഇപ്പോൾ PTയുടെ ബൈല പുതുക്കാൻ വേണ്ടി പോവുകയാണ്, പുതിയ ബൈല കൊണ്ടുവരാൻ പോവുകയാണ്. മുൻ വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു അസോസിയേഷൻ സ്കൂളുകളിൽ വികസിച്ച് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. ഇതെല്ലാം നമ്മുടെ സ്കൂളുകളുടെ സാധാരണ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിന് അപ്പുറമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയുള്ള അധികാരവും അവകാശം കൊടുക്കുകയാണ് അവർക്ക്. ഏറ്റവും ബെസ്റ്റ് സ്കൂളിന് നമ്മൾ കണ്ടുവയ്ക്കണം. ബെസ്റ്റ് സ്കൂൾ എന്ന് വെച്ചാൽ ഏതെങ്കിലും സ്കൂളിനെ മോശമാക്കാൻ വേണ്ടിയല്ല. എനിക്കും അതിലത്തേക്ക് എത്തണമെന്നുള്ള ഒരു മത്സര ബുദ്ധിയോടു കൂടിയുള്ള ഒരു പ്രവർത്തനം അധ്യാപകർ നടത്തണം, കുട്ടികളൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. NCCയും NSSും കൈറ്റിൻ്റെ സംഘടന, ജൂനിയർ റെഡ് ക്രോസ്, അത്തരം SPC അത്തരം സന്നദ്ധ പ്രവർത്തിക്കുന്ന സംഘടന നമ്മുടെ കേരളത്തിലല്ലാതെ വേറെ ഓരോരുത്തരും കാണുന്നതിന് വേണ്ടി കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ കേരളം ഇന്ത്യയിൽ നമ്പർ 1 ആണ്. പക്ഷെ ഇപ്പോൾ അവർ നടത്തിയ സർവേയിൽ നമ്പർ 2 ആയിപ്പോയി കേരളം. പഞ്ചാബാണ് 1ാം സ്ഥാനത്തേക്ക് വന്നത് അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായമില്ലാതെയാണ് കേരളം ഇങ്ങനെ പോകുന്നത്. ഇത്രയും അധ്യാപകരെന്ന് പറയുമ്പോൾ മുമ്പ് ഒരു ദിവസത്തെ ട്രെയിനിങ് ആയിരുന്നു. ഇപ്രാവശ്യം 5 ദിവസം വീട്ടിൽ താമസിച്ചുള്ള ട്രെയിനിങ്ങാണ്. 5 ദിവസം അത് ഇനി വരാൻ പോകണം. റെസിഡൻഷ്യൽ ട്രെയിനിങ് ആരംഭിച്ച് കഴിഞ്ഞു. 5 ദിവസമാണ് ഇപ്പോൾ. പുതിയ പാഠപുസ്തകം അത് പരിചയപ്പെടുത്തൽ പ്രത്യേകമായി മാറിയിട്ടുണ്ട്. മറ്റൊന്ന് ഏറ്റവും കൂടുതൽ ഫയലുള്ളത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്, ആരോഗ്യമൊക്കെ ഉണ്ട്. ആ ഫയല് തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള അദാലത്തുകൾ, ഏറ്റവും കൂടുതൽ അപ്പോയിൻമെൻറ്റ്സ് അധ്യാപകരുടെ നടന്നിട്ടുള്ളത് ഈ കാലഘട്ടത്തിലാണ്. ഏറ്റവും കൂടുതൽ അപ്പോയിൻമെൻറ്റ്സ് നടന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു. PSCയും നമ്മളും കൂടി ചേർന്നുകൊണ്ട് 30,000-ന് മുകളിൽ അധ്യാപകർ നിയമിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ എടുത്തു പറയുന്നത്. അങ്ങനെ ആ നിലയിൽ എന്തുകൊണ്ടും ബോധപൂർവം എന്ത് കണ്ടാലും വിമർശിക്കണമെന്നുള്ള ഒരു പിടിവാശിയുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, സോഷ്യൽ മീഡിയ വിദ്വാന്മാർ. അവരുടെ കണ്ണിൽ നമ്മുടെ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായി എഴുതാന്നുള്ളതിനപ്പുറമായി ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പ്രശ്നങ്ങളെ സത്യസന്ധമായി വീക്ഷിക്കുന്ന ഒരു അസാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നാലും പൊതുവിദ്യാഭ്യാസ രംഗം, മറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ വകുപ്പും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. വിദ്യാഭ്യാസം അതിൽ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ട് പോവുകയാണ്. വിഷയം നമ്മൾ പറയുമ്പോഴേ ഇപ്പം മിനിസ്റ്ററിൽ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ഒന്ന് കുട്ടികളുമായി മിനിസ്റ്റർ ഏറ്റവും കൂടുതൽ ഇടപഴകുന്നതാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം പോലും മലപ്പുറം ജില്ലയിലെ മങ്കടയിൽ നിന്ന് ഒരു 200ഓളം കുട്ടികളാണ് ഇവിടെ മിനിസ്റ്ററെ കാണാൻ ഇങ്ങോട്ട് വന്നത്. അപ്പം ഞാൻ തന്നെ അവരെ കണ്ടപ്പം ചോദിച്ചു, മിനിസ്റ്ററെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ മിനിസ്റ്ററെ കണ്ടു, കൂടെ നിന്നു, ഞങ്ങൾ ഫോട്ടോ എടുത്തു. കാരണം അന്ന് നിയമസഭാ സമ്മേളനം നടക്കുന്ന ടൈമിലാണ്. അതുപോലെ കുട്ടികളെ ഓരോ മിനിസ്റ്റർ FB പരിശോധിച്ചാൽ തന്നെ അറിയാം, കുട്ടികൾ എഴുതുന്ന ഓരോ കുറിപ്പുകളും മിനിസ്റ്റർ ഷെയർ ചെയ്യുന്നുണ്ട്. ആദ്യമായി അവരുടെ എല്ലാ കഥകളും കവിതകളും ഉൾപ്പെടുത്തി മിനിസ്റ്റർ 3-4 വാള്യം പുസ്തകം ഇറക്കി. പക്ഷേ ഇത്ര കുട്ടികളെ ചേർത്ത് നിർത്തുന്ന മിനിസ്റ്ററിനെ വിദ്യാഭ്യാസ രംഗത്ത് പരീക്ഷയെ കുറച്ചും കൂടെ ശക്തിപ്പെടുത്താനുള്ള നിലപാട്, അതാണ് നേരത്തെ പറഞ്ഞ മിനിമം മാർക്ക് സമ്പ്രദായം കൊണ്ടുവന്നത്. അപ്പം യഥാർത്ഥത്തിൽ എന്താണ് മിനിസ്റ്റർ ഉള്ളിൽ ഉള്ള ഒരു കാഴ്ചപ്പാട്? കാരണം ചില എതിർപ്പുകൾ, ഈ മിനിമം മാർക്കിനെ കുറിച്ച് ചില എതിർപ്പുകളും വന്നിട്ടുണ്ട്. അതായത് മിനിമം മാർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം 1 മുതൽ 10 വരെ ഓൾ പ്രൊമോഷനായിരുന്നു. കുട്ടികളുടെ അക്കാഡമിക് വളർച്ചയെ സംബന്ധിച്ചുള്ള ആരും പരിശോധിക്കപ്പെടുന്നില്ല. നമ്മുടെ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പോട്ടെ 10ാം ക്ലാസ് വരെ കുട്ടികൾ എങ്ങനെ ഡ്രൈവ് ചെയ്യുമോ അതനുസരിച്ചായിരിക്കും കുട്ടികൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അവൻ നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കി വരിക എന്ന് പറഞ്ഞാൽ തോൽപ്പിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവന് നല്ല പേരെടുക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരു തെറ്റുണ്ട്. സാമ്പത്തിക ശേഷിയുള്ളവന് എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളിൽ ചെന്നിട്ട് ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഡോക്ടർ, എഞ്ചിനീയർ ആവാൻ വേണ്ടി പരിശ്രമിക്കുക. അതിൽ ഒരു 10% പോലും അതിൽ പോകുന്നില്ല. അത് വേറെ വിഷയം. 100 മാർക്കിൻ്റെ ചോദ്യ പേപ്പർ സാധാരണ ആണെങ്കിൽ നമ്മൾ പറയുന്നത് 30 മാർക്കുകൾ അവന് വാങ്ങണം മിനിമം. ഇതിവിടെ എന്താ 20 മാർക്ക് അധ്യാപകൻ, പിന്നെ കുട്ടിയുടെ നിരന്തര മൂല്യനിർണ്ണയത്തിൻ്റെ ഫലമായി 20 മാർക്ക് കൊടുക്കാനുള്ള ഇന്റേണൽ മാർക്കായിട്ട് നിരന്തര മൂല്യനിർണ്ണയം എന്നാണ് പറയുന്നത്. 20 ആരും ഒന്നും പഠിക്കാതെ സാറ് പഠിച്ച് കൊടുക്കുന്ന സംഭാവന 20 മാർക്കാണ്.
പിന്നെ അവൻ 10 മാർക്കിന് ഉത്തരവെഴുതിയായി. 100 മാർക്കിന് 10 മാർക്ക് ഉത്തരവ്, അപ്പോൾ 20 30 അത് പറ്റില്ലെന്നാണ് നമ്മൾ പറയുന്നത്. ഇന്റേണൽ മാർക്കിന് ഒഴിവാക്കിക്കൊണ്ട് 30 മാർക്ക് വാങ്ങണം. അത് കുട്ടിയെ പിന്നെ ആരെയും പരാജയപ്പെടുത്താൻ വേണ്ടിയല്ല. അതെല്ലാം ഈ വിപ്ലവകാരികൾ, ചില അതിവിപ്ലവകാരികൾ പറയുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഒരു കുട്ടി ഒരു സബ്ജക്റ്റിനെ കുറിച്ച് മോശമായി, ആ കുട്ടിയെ 2 മാസക്കാലം അല്ലെ ഒരു 2 ആഴ്ചക്കാലം ഒരു പഠനം, ഒരു എക്സ്ട്രാ ക്ലാസ് കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ ഒരു പരീക്ഷ എഴുതി, ജയിപ്പിക്കാൻ വേണ്ടി പരീക്ഷ എഴുതി, അല്ല തോൽപ്പിക്കാൻ വേണ്ടിയല്ല, എഴുതി അവനടുത്ത ക്ലാസ്സിലെത്തേക്ക് വിടുകയാണ്. അതൊരു നടത്തി കഴിഞ്ഞപ്പോൾ രക്ഷകർത്താക്കൾ PTA താല്പര്യം വന്നു തുടങ്ങി, പിന്നെ നാട്ടുകാർക്ക്, പഞ്ചായത്തിന്, കോർപ്പറേഷനൊക്കെ താല്പര്യം വന്നു തുടങ്ങി. അവരെല്ലാം മുൻകൈ എടുത്തുകൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നു. ചില സ്ഥലങ്ങളിൽ പിന്നെ ബസ് പ്രത്യേക ഓട്ടോറിക്ഷ പിടിച്ചു കൊടുക്കുന്നു കുട്ടികളെ വന്നിട്ട് പോകാൻ വേണ്ടി. അപ്പോൾ അത് ഇപ്പം 9ാം ക്ലാസ് വരെ സക്സസ് ആയിരിക്കുകയാണ്. ഈ വർഷത്തോടെ സക്സസ് ആവും. നമ്മളിത് പറയുമ്പോൾ ഈ ഇപ്പം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം ഒന്ന് നമ്മുടെ അക്കാദമിക് പ്രവർത്തനം നടക്കുന്നത്, അതോടൊപ്പം നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അതായത് മതനിരപേക്ഷത, ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുക, പിന്നെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള അതിന് വിരുദ്ധമായി ആണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടലെടുക്കുന്നത്. പാഠ്യ പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നു, NCERT ഉപയോഗിച്ച് വെട്ടിമാറ്റൽ നടത്തുന്നു. ഗാന്ധിവധം പോലും ഒഴിവാക്കി, പരിണാമ സിദ്ധാന്തം പോലുള്ള ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ഒഴിവാക്കി. പക്ഷെ കേരളം വെട്ടിമാറ്റിയത് കേരളം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാഭ്യാസ രംഗത്തും ഒരു ബദൽ നമ്മൾ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 2-3 വർഷമായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അത്. രണ്ടാമത്തത്, മിനിസ്റ്റർ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ സാമ്പത്തികമായിട്ടും നമ്മുടെ എല്ലാ മേഖലയിലും സാമ്പത്തികമായി കേരളത്തെ തകർക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘാതം വിദ്യാഭ്യാസ മേഖല, പ്രത്യേകിച്ചും SSKക്കുള്ള ഫണ്ട് തടയുന്നത് ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം, ഭിന്നശേഷി കുട്ടികളുടെ വിദ്യാഭ്യാസത്തൊക്കെ സാരമായി ബാധിക്കുന്നുള്ള വസ്തുതയാണ്. ഇതിനെങ്ങനെയാണ് മിനിസ്ട്രി മറികടക്കാൻ ശ്രമിക്കുന്നത്? മറികടക്കാൻ നമുക്ക് പിന്നെ സാമ്പത്തിക സഹായം ഒരു നാഷണൽ ഫെഡറൽ ഒരു നമ്മളെ പോലുള്ള രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് നൽകിയാലേ മതിയാവുക. കാരണം നമുക്ക് മറ്റൊരു മാർഗവും ഇല്ല. ഒന്ന്, കടമെടുക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. വിദേശത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സന്മനസ്സുള്ളവർ പൈസ തന്നാൽ അത് വാങ്ങാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ നേതാക്കന്മാർ പോയിട്ട് പിന്നെ ഫണ്ട് ശേഖരിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞാൽ അത് സമ്മതിക്കുന്നില്ല. രാഷ്ട്രീയ വൈരാഗ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ്. അവിടെയും നമ്മൾ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അവിടെയാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചരിത്രത്തെ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയപ്പോൾ ഈ നേരത്തെ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഇവിടെ വന്ന അവസരത്തിൽ ഒരു ബദൽ പാഠവസ്തു ഇറക്കി ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളം മാത്രമാണ്. കാരണം നമ്മളത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് 10ാം ക്ലാസ് എത്തുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മഹാത്മാഗാന്ധിയെ കൊന്നത് ആരാണെന്ന് ആരും മനസ്സിലാവില്ല. പിന്നെ ആ വധത്തെ സംബന്ധിച്ചിടത്തോളം ആരും മനസ്സിലാവില്ല. ഗുജറാത്ത് കലാപത്തെ പറ്റി ആർക്കും മനസ്സിലാവില്ല. മുഗൾ രാജവംശ ഭരണത്തെ പറ്റി ഒക്കെ ആർക്കും മനസ്സിലാവാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ബദൽ പാഠപുസ്തകം നമ്മൾ ഇറക്കുന്നതിന് വേണ്ടി തയ്യാറായത്. ഇനി അടുത്ത പ്രാവശ്യം നമ്മളത് ഇനി ഉണ്ടായാൽ, ഇനി പുതിയ പാഠപുസ്തകം വരെയാണല്ലോ, അതിലും ഇത്തരം കാര്യങ്ങളുണ്ടായാൽ അത് ഞങ്ങൾ നേരിടുന്നതിന് വേണ്ടി അത്തരം കാര്യങ്ങൾ ചെയ്യും. മറ്റൊന്ന്, ഇപ്പം നമ്മൾ ഇൻക്ലൂസീവ് സ്പോർട്സ് നടത്തി, അത് മിനിസ്റ്റർ പറഞ്ഞ ചരിത്രത്തിൽ ആദ്യമായിട്ട്. കാരണം അത് ആ കുട്ടികൾക്ക് നൽകുന്ന കോൺഫിഡൻസ് ഭയങ്കരമാണ്. കാരണം സാധാരണ കുട്ടികൾക്കൊപ്പം അവർ നമ്മൾ പരിഗണിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കലോത്സവം, ഇവരുടെ ഈ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം കൂടെ ഈ സാധാരണ കലോത്സവത്തിൻ്റെ ഭാഗമായി നടത്തുമെന്ന് മിനിസ്റ്റർ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അടുത്ത വർഷം മുതൽ അത് ആരംഭിക്കാൻ വേണ്ടിയാണ് ആലോചിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, സ്പോർട്സ് സ്കൂൾ മോഡലിൽ സ്പോർട്സ് സ്കൂൾ എങ്ങനെയാണ് നടത്തുന്ന ഒരു രീതിയുണ്ടല്ല, അതേ മോഡലിൽ നമുക്ക് ആർട്സിനും കലയ്ക്കും ഒരു സ്കൂൾ പിന്നെ 1-2 സ്കൂൾ തുടങ്ങി ഒരു മോഡൽ തുടങ്ങി പരീക്ഷിക്കാമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. സ്പോർട്സ് സ്കൂളിൽ ഇപ്പോൾ കൂടുതൽ സമയം കുട്ടികൾ സ്പോർട്സിലായിരുന്നു. അതേപോലെ ഇവിടെയും കൂടുതൽ സമയത്ത്, കാരണം ഇത് കലാരംഗത്ത് ഒന്നും A ഗ്രേഡോ ഒക്കെ കിട്ടി വരുന്ന കുട്ടികൾ പിന്നെ നിൽക്കുന്നില്ല. വേറൊന്നും കൊണ്ടില്ല, അവന് താങ്ങാൻ പറ്റുന്നില്ല. അവൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളും അക്കാഡമിക് പ്രശ്നങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ അത് ഒരു മോഡലായിട്ട് തുറക്കുന്ന സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. തൊഴിൽ വകുപ്പ് മന്ത്രി കൂടിയാണല്ലോ. അപ്പം തൊഴിലാളി സംഘടനാ നേതാവാണ്, തൊഴിലാളികൾക്കൊപ്പം വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. തൊഴിൽ വകുപ്പിൽ നടപ്പാക്കിയ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മുടെ ഏറ്റവും കൂടുതൽ പിന്നെ കാര്യങ്ങൾ 16ഓളം വരുന്ന ക്ഷേമനിധി ബോർഡുകൾ, 62 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് ഇപ്പോൾ ഈ ഇടക്കാലത്ത് അവരുടെ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ഒരു കുറവ് സംഭവിച്ചത്. അത് ഗവൺമെൻറ് മാത്രം കുറ്റം കൊണ്ടല്ല, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങൾ ആവാൻ യോഗ്യത ഇല്ലാത്തവരും കുറേ പേർ അംഗങ്ങളായിട്ടുണ്ട്.
അത് തൊഴിലാളി സംഘടനകളോട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. മിനിമം വേതനം ഇത്രയധികം പിന്നെ രംഗത്ത് നടപ്പിലാക്കിയ മറ്റൊരു സംസ്ഥാനം ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല. കേരളത്തിൽ നിന്ന് ഇപ്പോൾ സമരങ്ങളേ ഇല്ല. ഇപ്പം പുതിയ വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി കേരളത്തിലേക്ക് ആൾക്കാർ വന്നു തുടങ്ങിയിരിക്കുകയാണ്. കാരണം പിന്നെ ഏറ്റവും നല്ല അന്തരീക്ഷം അതാണ് നോക്കുന്നത്. വർഗീയ സംഘർഷങ്ങളില്ലാത്ത ഒരു നാട്. അവർ തുടങ്ങുന്ന സ്ഥാപനം ആക്രമിക്കപ്പെട്ട് സാധനങ്ങൾ എടുത്തുകൊണ്ട് ഓടേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ പിന്നെ സംഘർഷങ്ങളില്ലാത്ത നാട്. ഇപ്പോൾ വിവിധ ഏജൻസികൾ കൊടുക്കേണ്ട ലൈസൻസ് എല്ലാം ഒരു വാതിലിലൂടെ കൊടുക്കുന്ന സംവിധാനം ആയി. അനാവശ്യമായിട്ട് സ്ഥാപനങ്ങളെ പരിശോധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ പിന്നെ ചെയ്യുന്നില്ല. തൊഴിൽ തർക്കങ്ങളില്ല കേരളത്തിൽ എന്ന് തന്നെ പറയാം. ഓണത്തിനൊക്കെ സാധാരണഗതിയിൽ എല്ലാ സ്ഥലത്തും കൊടികൊട്ടുവാണ്. അപ്പോൾ ആ ഒരു കാര്യമില്ല. ബോണസൊക്കെ കൃത്യമായിട്ട് ബോണസ് എല്ലാം കൃത്യമായി തന്നെ പിന്നെ കൊടുക്കുന്നു. ബോണസ് കൊടുക്കുന്നു. പിന്നെ തൊഴിലാളികളെ പിരിച്ചുവിടുന്നില്ല. തൊഴിലാനുകൂല്യങ്ങൾ കൊടുക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്ന പോലെ തൊഴിലാളിയുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന ഒരു സമീപനവും കേരള ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല. ഇന്നത്തെ ഇപ്പം ലേബർ കോഡ് കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയപ്പോൾ അത് തൊഴിലാളി വിരുദ്ധ നയങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ ഏക സംസ്ഥാനം കേരളം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടും തൊഴിലാളികൾക്ക് വലിയ മതിപ്പാണ് ഈ ഗവൺമെൻറ്റിനോട് പിന്നെ ഉള്ളത്. താങ്കളെ നേമത്തു നിന്നാണ് നിയമസഭയിലേക്ക് എത്തിയിട്ടുള്ളത്. കേരളത്തിൽ ആദ്യമായി കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടി, അതായത് UDFൻ്റെ വോട്ട് വാങ്ങി BJP അക്കൗണ്ട് തുറന്ന ഒരു മണ്ഡലമായിരുന്നു നേമം. രാജഗോപാൽ അത് അന്നത്തെ UDF സ്ഥാനാർത്ഥി തന്നെ അത് തുറന്ന് പിന്നീട് പറഞ്ഞിട്ടുണ്ട്, അതിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. എന്നാൽ അത് താങ്കൾ ആ അക്കൗണ്ട് പൂട്ടി നേമത്ത്. പക്ഷേ UDF കോലീബി സഖ്യം പിന്നെ വീണ്ടും തുടരുന്നു എന്നുള്ളതാണ് നമ്മൾ തൃശ്ശൂരിൽ നിന്നാണെങ്കിലും ഈ തദ്ദേശ ഭരണത്തിനും മറ്റത്തൂരും തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ കണ്ടത്. അതായത് UDF ജമാഅത്തെ ഇസ്ലാമിയും കൂടെ ഇപ്പം ആ ഒരു ടീമിൻ്റെ അകത്തേക്ക് വന്നിരിക്കുകയാണ്. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, BJP, RSS, ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ ഈ വരാൻ പോകുന്ന നിയമസഭയെ നേരിടാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ്? കാരണം RSSനും BJPക്കും അവരുടെ അജണ്ടയ്ക്കെതിരെ ശക്തമായ താക്കീത് നൽകി കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് കടന്നു വന്ന് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയായ താങ്കൾ എങ്ങനെയാണ് അതിനെ ആ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിനെ കാണുന്നത്? ഒരു പ്രാവശ്യം മാത്രമാണ് അവർക്ക് അവിടെ അങ്ങനെ ജയിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ബാക്കി അവസരങ്ങളിലൊക്കെ തന്നെ പിന്നെ ഏറ്റവും BJPയുടെ സമുന്നത ദേശീയ നേതാക്കൾ മത്സരിച്ചിട്ട് അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അവിടെ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അക്കൗണ്ട് ക്ലോസ് ചെയ്തു, അത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ഒരു ഘട്ടത്തിൽ. അതിന് വീണ്ടും ഓപ്പൺ ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല. അവിടെ കോർപ്പറേഷൻ ഇലക്ഷനിൽ പിന്നെ BJPക്ക് തന്നെയാണ് മുൻതൂക്കം ഉള്ളത്. അത് കഴിഞ്ഞ കാലങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തിൽ അവിടെ, കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല.